شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസ്സമ്മിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ ആയത്തിലാണ് ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. വളരെ വിശദമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആയത്തിലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ സാവധാനം അർത്ഥമാലോചിച്ച് ഓതേണ്ടതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ റളിയല്ലാഹു അൻഹു 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകളിൽ 7-ാമത്തേതായി മഹാനവറുകൾ പറയുന്നത് അത്തഖ്സീസു. എന്താണ് അത്തഖ്സീസു? അത് നമുക്ക് പേഴ്സണലൈസേഷൻ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. പേഴ്സണലൈസേഷൻ, ഓരോ ആയത്തുകളും നമ്മൾ പേഴ്സണലൈസ് ചെയ്യുക. പേഴ്സണലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിഗതമാക്കുക എന്നർത്ഥം. വ്യക്തീകരിക്കുക എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴേ ഓരോ ഖിതാബും ഓരോ സംസാരവും അത് എന്നോട് തന്നെയാണ്, അതിങ്ങോട്ട് ഞാൻ എന്ന ഈ വ്യക്തിയോടാണ്, അത് ആ ആയത്തിനെ വ്യക്തീകരിക്കുക, അത് എന്നോടാണ് പറയുന്നത്. മനസ്സിലാണ്ടോ? ഒരു കൽപ്പന കാട്ടാൽ, ഒരു കാര്യം ചെയ്യരുത് എന്ന് ഖുർആൻ ഓതുമ്പോൾ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ഭീഷണി കണ്ടാൽ, അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം കണ്ടാൽ, അതിന് അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കളയുന്ന കേട്ടാൽ അതൊക്കെ എന്നോട് തന്നെയാണ് പറയുന്നത്. അത് വെറും കഥ പറയല്ല, അത് കഥ പറയാൻ വേണ്ടി പടച്ചവൻ പറഞ്ഞതല്ല, ഞാനതിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി എന്നോട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞത് എന്നോട് തന്നെയാണ് എന്ന് ഒരു പേഴ്സണലൈസേഷൻ ചെയ്യുക, ഒരു തഖ്സീസ് ചെയ്യുക. നമ്മളങ്ങനെയല്ല. അത് മക്കത്തെ മുശ്രിക്കുകളോട് പറഞ്ഞതല്ലേ, അത് മുനാഫിക്കുകളോട് പറഞ്ഞതല്ലേ, അത് യഹൂദികളോട് പറഞ്ഞതല്ലേ. ഇതാണ് നമ്മളെ കാഴ്ചപ്പാട്. നമ്മളെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെയാണ്. അത് മുശ്രിക്കുകളോടല്ലേ. ഞാനും എന്നോടും കൂടിയാണ് ആ സംഭാഷണം. ഞാൻ ആ കൂട്ടത്തിൽ പെടരുത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ തഖ്സീസ് നടത്തണം. ഇതാണ് 7-ാമത്തെ മര്യാദ. 8-ാമത്തെ മര്യാദ അത്തഅസ്സുറു. നല്ല ഫീൽ ഉണ്ടാവണം. തഅസ്സുർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയാം? ഫീൽ ഉണ്ടാവണം എന്ന് ഞാൻ അത് പറഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല. അതായത് ആ ആയത്ത് നമ്മളെ പരിപൂർണമായി സ്വാധീനിക്കണം. ഒരായത്തിൽ ഓതിയാൽ ആ ആയത്ത് നമ്മളെ പരിപൂർണമായി സ്വാധീനിക്കണം. തഅസ്സുർ ഉണ്ടാവണം. അതിങ്ങോട്ട് ഫീൽ ചെയ്യണം നമുക്ക്, അതിങ്ങോട്ട് ബോധ്യമാവണം നമുക്ക്. ഇപ്പോൾ ആയത്തുകൾ അങ്ങനെ ഓതുമ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആയത്തുകളുണ്ടാവും അല്ലേ? എന്താണ് പറയാം, ചില ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ വലിയ ടീമിനെ ശിക്ഷിച്ച കഥ പറയുന്ന ആയത്തുകൾ, അല്ലെങ്കിൽ വലിയ സങ്കടകരമായ ചില ആയത്തുകൾ ഓതുമ്പോൾ സങ്കടം വരുന്ന ചില ആയത്തുകൾ, ചില ആയത്തുകൾ വരുമ്പോൾ സന്തോഷം വരുന്ന ആയത്തുകൾ, ചില ആയത്തുകൾ ഓതുമ്പോൾ പ്രതീക്ഷ വരുന്ന, ചില ആയത്തുകൾ ഓതുമ്പോൾ ഖൗഫ് വരുന്ന, പേടി വരുന്ന, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ സമയത്ത് എന്താണോ അത് ആ ഫീൽ മനസ്സിൽ ചെയ്യണം, ആ സ്വാധീനം മനസ്സിൽ ചെലുത്തണം. സങ്കടം വേണം, അപ്പോൾ സന്തോഷമുണ്ടാവുന്ന സമയത്ത് സന്തോഷം വേണം, പ്രതീക്ഷ വേണ്ട സമയത്ത് പ്രതീക്ഷ വേണം. ഇപ്പോൾ മഗ്ഫിറത്തും റഹ്മത്തും പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല എന്താണ് പറയാം, മഗ്ഫിറത്ത് പറയുന്നിടത്തൊക്കെ റഹ്മത്ത് പറയും. ഗഫൂറുർ റഹീം, അല്ലാഹു തആല പൊറുക്കുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. ആ ഗഫൂർ റഹീം എന്ന് പറയുമ്പോൾ ആ ഗഫൂർ റഹീം എന്ന 2 പദവും ശരിക്കും മനസ്സിലാക്കുന്ന കാരണം വല്ലാതെ പൊറുക്കുന്ന തമ്പുരാനും വല്ലാത്ത കാരുണ്യമുള്ളവനും. അപ്പോൾ എന്തായാലും ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കണ്ടോ, അള്ളാഹു എനിക്ക് പുറത്തു തന്നെ റബ്ബി ഗഫൂർ റഹീം അൻത ഖൈറുർ റഹീം എന്ന് പറയാൻ മറുപടിയായിട്ട് ആണല്ലേ. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം എന്ന പരിശുദ്ധ ഖുർആനിൽ കാണുമ്പോൾ എന്താ നമ്മൾ മറുപടി പറയേണ്ടത്? റബ്ബി ഗഫിർ വർഹം വ അൻത ഖൈറുർ റഹീം. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തോണ്ട, കരുണ കാണിച്ചുകൊണ്ട, നീ ഗഫൂറും റഹീമാണല്ലോ എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ന് അള്ളാഹുവിനോട് പറയുക. അങ്ങനെ ഓരോ ആയത്തുകളും തഅസ്സുറു വേണമെന്നർത്ഥം. അതേപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ പടച്ചവനെ സ്വർഗം എന്നെ ആ കൂട്ടത്തിലാക്കണം റബ്ബേ,
നരകത്തെക്കുറിച്ച് പറയുമ്പോൾ റബ്ബേ ആ കൂട്ടത്തിൽ പെടുത്തരുതേ തമ്പുരാനെ. കണ്ടോ, ഇങ്ങനെ ശരിക്കും എന്ത് ചെയ്യുക, തഅസ്സുർ ചെയ്തിട്ട് ഓതുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ പറഞ്ഞാൽ തീരൂലല്ലോ, അല്ലേ? അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ പരമാവധി ആശയങ്ങളും അർത്ഥങ്ങളും ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ ആ ഫീലിംഗ് കൊണ്ടുവരിക. അപ്പോൾ ഇന്നില ഗഫാറുൻ, അള്ളാഹുവിൻ്റെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഞാൻ നന്നായി പുറത്തു തരും. അപ്പോൾ അതിന് ശേഷം അള്ളാഹുവിനെ കുറിച്ച് കണ്ടീഷൻ പറയുന്നുണ്ട്. ആർക്കൊക്കെ? എല്ലാവർക്കും ഇല്ല. ലിമൻ താബ വ ആമന വ അമില സ്വാലിഹൻ തുമ്മ ഇഹ്തദ. 4 കണ്ടീഷൻ. തൗബ ചെയ്ത് വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്ത് നല്ല വഴിക്ക് നടന്ന ആൾക്കാർ. അപ്പോൾ പടച്ചോനെ ഞാൻ തൗബ ചെയ്ത് മടങ്ങാണ്, ഇനി ഞാൻ നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, എനിക്ക് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല വഴി നടക്കുമ്പോൾ നീ എന്നെ സഹായിക്കണം റബ്ബേ, എന്നെ സഹായിക്കണം. ആ ഗഫാർ എന്ന് പറയുന്ന ആ നല്ലോണം പുറത്തു തരുന്നു കൊടുക്കുമ്പോൾ ഞാൻ പുറത്തു തന്ന റബ്ബ് എനിക്ക് പുറത്ത് ഞാൻ രക്ഷപ്പെട്ടേക്കും എന്ന് മാത്രം ചുരുക്കാതെ അതിങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്ത് അതിനനുസരിച്ച് നടക്കാനുള്ള ഒരു വഴിയും കൂടി നമ്മൾ കാണണം. അതാണ് തഅസ്സുർ എന്ന് പറഞ്ഞാൽ. അത് ആ ആയത്ത് നമ്മളെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ആ ആയത്തിനനുസരിച്ച് നമ്മൾ നടക്കാൻ തയ്യാറായി എന്നർത്ഥം. അപ്പോൾ ഗഫാർ റബ്ബ് പുറത്തു തരണമെങ്കിൽ തൗബ ചെയ്യണം, ഞാൻ തൗബ ചെയ്യാൻ തയ്യാറാണ്. വിശ്വസിക്കണം, ഞാൻ അതിനും തയ്യാറാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അതിനും തയ്യാറാണ്. പടച്ചോനെ അങ്ങനെ എന്തിനാണ് നടത്തണേ? കണ്ടോ അനുഭവം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ ശേഷം അല്ലാഹു തആല കുറച്ച് ആൾക്കാർ ഒഴിവാക്കുന്നുണ്ട്. 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടത്തെ പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം. ഇല്ലല്ലദീന ആമനു 1, വഅമിലു സ്വാലിഹാത്തി 2, വതവാസൗ ബിൽ ഹഖ് 3, വതവാസൗ ബിസ് സബ്രി 4. വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, ഹക്ക് കൊണ്ട് പരസ്പരം, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. ഇതൊക്കെ ഞാൻ ചെയ്യാൻ റെഡിയാവണം. ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നഷ്ടത്തിൽപ്പെട്ട ആൾക്കാരെ കൂട്ടത്തിൽ ഞാനും പെടും. അതുകൊണ്ട് പടച്ചോനെ എനിക്ക് എൻ്റെ തൗഫീഖ് തരണേ, ഞാൻ അതിന് റെഡിയാണ് എന്ന് പറയുക. ചില ആയത്തുകളിൽ ഈ കണ്ടീഷനൊക്കെ അല്ലാഹു തആല ഒറ്റ വാക്കിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഹ്സിനീങ്ങളോട് ഖരീബാണ്. നന്മ ചെയ്യുന്ന ആളുകളോട് അടുത്ത് വരും അള്ളാഹിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾക്കും അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടും. അപ്പോൾ ആ മുഹ്സിൻ എന്നതിൽ, ആ മുഹ്സിനീൻ എന്നതിൽ നേരത്തെ പറഞ്ഞ 4 കണ്ടീഷൻസ് ഒക്കെ പെട്ടു. അപ്പോൾ ആ ഒരു ഇഹ്സാൻ എന്നിലുണ്ടാവണം, ഞാനതിനെ പ്രവർത്തിക്കണം. അങ്ങനെ ആ മുഹ്സിൻ എന്ന പദം നമ്മിൽ തഅസ്സുർ ചെയ്യണം. അപ്പോൾ ഒരാൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ തഅസ്സുർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഓതുന്ന ആയത്ത് എന്താണോ ആ ആയത്തിൽ പറയുന്നത് അതേപോലെ ആവുക എന്നർത്ഥം. ആ ആയത്തിലുള്ള വിശേഷണം ഇവനിലും ഉണ്ടാവുക. ഇന്നല്ലാഹ മഅ സാബിരീൻ എന്ന് പറഞ്ഞ ആയത്താണെങ്കിൽ ഞാൻ ക്ഷമിക്കണം എന്നെനിക്ക് മനസ്സിലാവും, ഞാൻ അവിടെ കുരച്ചാടാൻ പാടില്ല, ഞാൻ അവിടെ ചൂടാൻ പാടില്ല, ഞാൻ ക്ഷമിക്കണം. അതാണ് തഅസ്സുർ. മനസ്സിലാവുന്നുണ്ടോ? പേടിക്കേണ്ട ചില ആയത്തുകൾ വരും. അപ്പോൾ പേടിച്ച് മരിച്ചോ എന്ന് വരെ തോന്നിപ്പോണം, അത്രയും പേടി വേണമെന്നാണ് ചില ഭീഷണികൾ കേൾക്കുമ്പോൾ, ഖിയാമത്ത് നാളിലെ ചില സംഭവങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ. അള്ളാഹുവിൻ്റെ കാരുണ്യവും മഗ്ഫിറത്തും വിശാലതയും പറയുന്ന സമയത്ത് നല്ല സന്തോഷമാണ്, സന്തോഷം കൊണ്ട് പറക്കുമെന്ന് തോന്നിപ്പോണം, അത്രയും തഅസ്സുർ വേണം അല്ലേ? സന്തോഷം കൊണ്ട് തുള്ളിച്ചടന്നൊക്കെ പറയില്ലേ, ആ ഫീല് വേണം. അള്ളാഹുവിൻ്റെ ഔസാഫുകളും അസ്മാകളും പറയുമ്പോൾ മുഹൈമനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ എന്നൊക്കെ അങ്ങനെ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അളമത്ത് ഇങ്ങനെ മനസ്സിൽ വരണം. പടച്ചവനെ ആ റബ്ബാണല്ലോ എൻ്റെ തമ്പുരാൻ. കാഫിരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ പടച്ചവനെ ഒരു ബൈക്കും ആ ബൈക്കിനെ കൊണ്ടുപോയി ചെയ്യരുത് റബ്ബെ, എൻ്റെ ഈമാൻ സലാമത്താക്കണേ തമ്പുരാനെ. അതിന് ആ ഈമാൻ സലാമത്താവാതെ എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കാര്യം പോക്കണം. ഞാൻ അങ്ങനെ ഒരു പണിയും ചെയ്യൂല, ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ ചെയ്യൂല റബ്ബെ. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ വറക്കണം മനുഷ്യൻ, വിറച്ചു പോകണം, പേടിച്ചു പോകണം. നമ്മളെ എത്ര ഓതുന്നു, എന്ത് നരക, എന്ത് സ്വർഗം. സുബ്ഹാനല്ലാഹ്. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഓത്തിന് വ്യത്യാസം വരണം. ജന്നത്ത് നാറെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അറിയാത്ത, എല്ലാവർക്കും അറിയില്ല. സ്വർഗം നാറെന്ന് പറഞ്ഞാൽ നരകം നാണെന്ന് ആർക്കും അറിയാത്തതുണ്ടോ? അസ്ഹാബിൽ ജന്ന എന്നാണ് സ്വർഗ്ഗക്കാരാണെന്നോ അസ്ഹാബിൽ നാർ ഞാൻ നരകക്കാരെന്നോ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് വരുമ്പോഴെങ്കിലും അള്ളാഹുവിനോടൊന്ന് കാവൽ ചോദിച്ചുകൂടെ, ആ നരക സ്വർഗ്ഗങ്ങളെക്കുറിച്ച് മനസ്സിൽ കണ്ടുകൂടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുകൾ ഓതുമ്പോൾ കരാറുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തുൻ നിസാ ഓതിയിട്ട് കൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹഉലാഇ ഷഹീദ എന്ന ആയത്ത് ഓതിയപ്പോൾ മതി നിർത്തുക എന്ന് പറഞ്ഞ് ഓതുന്ന ആൾ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരയുന്നുണ്ട്. ആ രംഗം ആലോചിച്ചാണ്. ഖിയാമത്ത് നാളിൽ സർവ്വ ആളുകൾക്കും സാക്ഷിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരുന്ന രംഗം ആലോചിച്ചിട്ട് കരഞ്ഞതാണ്.
മഹാന്മാരായ ആളുകൾ ഖുർആൻ ഓതുമ്പോൾ പേടിച്ചിട്ട് ബോധക്ഷയം സംഭവിക്കുന്ന ആളുകളുണ്ട്. ബോധക്ഷയം സംഭവിക്കുന്ന ആളുകൾ, ആയത്തുകൾ കേട്ട ഉടനെ മരിച്ചു പോയ ആളുകളുണ്ട്. പേടിച്ചിട്ട് മരിച്ചു പോയ ആളുകളുണ്ട് മഹാന്മാരിൽ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരവസ്ഥ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളുടെ ഓത് ശരിയാവും. നമ്മൾ ഹാക്കി എന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് മുതഅസ്സിർ എന്ന അവസ്ഥയിലേക്ക് മാറും. ഹാക്കി എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഇങ്ങനെ ഉദ്ധരിക്കുന്ന ആൾ, അതിങ്ങനെ പറയുന്ന ആൾ, ഓതുന്ന ആൾ. നമ്മളൊക്കെ വെറും ഹാക്കിമാരാണ് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ പലപ്പോഴും. അങ്ങനെയല്ല, അത് മുതഅസ്സിരീങ്ങളായി മാറണം. വെറുതെ ഉദ്ധരിക്കുക എന്നതിലപ്പുറം അള്ളാൻ്റെ വാചകം നമ്മളിങ്ങനെ പറഞ്ഞ് ഉദ്ധരിക്കുക എന്നതിലപ്പുറം നമ്മളത് ഉൾക്കൊള്ളുന്ന ആളുകളാണെന്നർത്ഥം. ഇപ്പോൾ ഇന്നി അഖാഫു ഇൻ അസൈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ് യൗമിൻ അളീം ഒരായത്താണത്. ഞാൻ എൻ്റെ റബ്ബിന് എതിര് പ്രവർത്തിച്ചാൽ, എൻ്റെ റബ്ബിനെ ധിക്കരിച്ചാൽ പിന്നെ ഒരു ദിവസത്തെ കഠിനമായ ശിക്ഷയെ ഞാൻ പേടിക്കുന്നു എന്നൊരായത്താണ്. ഈ ആയത്തങ്ങനെ ഓതുമ്പോൾ ഓനക്കൊരു പേടിയില്ല, ഓൻ വേറെ ഇടയ്ക്ക് ആലോചിച്ചിട്ട് ഓതുകയാണ്. എന്താ കൊണ്ട് കാര്യം? അപ്പോൾ ഒരു ഹാക്കിയ ആണെന്ന് പറയാം. അത് ഉദ്ധരിക്കണം, അല്ലാണ്ട് കലാമ ഉദ്ധരിക്കണം. ഓനത് മനസ്സ് കൊണ്ടിട്ടൊന്നുമില്ല. ഓൻ അപ്പോഴും അത് ഓതുമ്പോഴും വേറെ എന്തൊക്കെ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിച്ച് കൊണ്ടിരിക്കണം, വേറെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം അടുത്ത തെറ്റ് ചെയ്യാൻ പോവാണ്. ഓതന എന്താ? ഇന്നേ ഖാഫു നസൈതു റബ്ബി അദാബിൻ അദീം. അതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ എന്ന ആയത്ത് ഓതുകയാണ്. പടച്ചവനെ, നിന്നിൽ ഞങ്ങൾ ബരമേൽപ്പിച്ചു, നിന്നിലേക്ക് മടങ്ങി വന്നു, ഇനി ഞങ്ങൾ ചെന്ന് വരാനുള്ളത് നിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ഇതിങ്ങനെ ഓതുമ്പോൾ തവക്കുൽ ചെയ്യാനുള്ള മനസ്സ് വന്നില്ല. പിന്നെന്താ അത് ഓതിയിട്ട് കാര്യം? അള്ളാഹിനെ ബരമേൽപ്പിക്കുക എന്നുള്ളത് വെറുതെ ഓതിപ്പോവാണ്, ചെയ്യണില്ല എന്ന്. അതുകൊണ്ട് കാര്യമില്ല. വലനസ്ബിറന്ന അലാ മാ ആദൈതുമുനാ, നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് പേരിൽ ഞങ്ങൾ ക്ഷമിക്കും എന്ന ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. അപ്പുറത്ത് പിന്നെ അയൽവാസികളായിട്ടും വലിയ പ്രശ്നം പ്രയാസമൊക്കെ ഉണ്ട്, ഇവൻ ക്ഷമിക്കണമെന്നില്ല. അപ്പം നല്ലവണ്ണം അങ്ങോട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ നേരിടുന്നുണ്ട്, അതിൽ ക്ഷമയൊന്നുമില്ല. പിന്നെ കുറേ അസുഖങ്ങളുണ്ട്, ഇവ അങ്ങനെ പാടി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് എന്താ കാര്യം? അപ്പോൾ ഈ രൂപത്തിൽ വിഷയങ്ങൾ. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. നമ്മളിങ്ങനെ ആയത്തുകളുടെ അർത്ഥം അറിയാതെ അവിടെ ഇവിടെ ചിന്തിച്ച് ഇതേപോലെ അങ്ങനെ ഓതുകയാണെങ്കിൽ സത്യത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുന്നതിന് തന്നെ നമ്മൾ എതിരെ പ്രവർത്തിക്കുമായിരിക്കും. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ എന്നൊരായത്ത്, ളാലിമീങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ. ദുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ട സംഗതി വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാതിരിക്കാന്നില്ല ദുൽമ് എന്ന് പറയാം. അപ്പോൾ നമ്മളതിൽ പെട്ടു. കാരണം നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പിന്നെ പറയുന്നത് ചെയ്യാത്തത് റബ്ബിൻ്റെ അടുക്കൽ വലിയ തെറ്റാണ്. നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഓതിപ്പോണ്, എന്നിട്ട് നമ്മളത് ചെയ്യണില്ല. സുബ്ഹാനല്ലാഹ്, ഗൗരവല്ലേ. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. വേറെ ആയത്താണ്, അവർ അശ്രദ്ധരാണ്. നമ്മൾ അശ്രദ്ധരാണ്. ആ അശ്രദ്ധ ആയത്ത് ഇങ്ങനെ ഓതിപ്പോവാൻ നമ്മൾ ശ്രദ്ധിക്കണില്ല. ഈ നിലക്ക് നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ ആയത്തിൽ പറഞ്ഞ ആ അർത്ഥത്തിൽ നമ്മൾ പെട്ടുപോകുന്ന അർത്ഥം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതാനിരിക്കുകയാണെങ്കിൽ നല്ലോണം മനസ്സാന്നിധ്യത്തോട് നല്ല റാഹത്തായിട്ട് ഇരുന്നിട്ട് മനസ്സും ഹൃദയവും ശരീരവും എല്ലാം ഖുർആനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ നിങ്ങളിരുന്ന് ഓതണം. ഇനി അതല്ല അവിടെ ഓതാൻ കഴിയുന്നില്ല നോക്കുക, ഓതി തുടങ്ങി ഇവിടെ ഉറക്കം വന്നു, അതിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ വന്നു, ശ്രദ്ധ മാറിപ്പോണ്ട്, നിങ്ങൾ നിർത്തി വെച്ച് നിങ്ങൾ വേറെ പണിയെടുത്തോളിയും. അല്ലാതെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അല്ലേ? ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പിന്നെ ഖുർആൻ പഠിച്ചിട്ട് ഷെയ്ഖിന് ഓതി കൊടുക്കാൻ വേണ്ടി പോയി. ഒരു വട്ടം ഓതി കൊടുത്തു, രണ്ടാം വട്ടം ഓതി കൊടുക്കാൻ പോയി. രണ്ടാം വട്ടം ഓതി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഓടാ ഈ ഖുർആൻ ഓതി തരാൻ എൻ്റെ അടുത്തേക്ക് വരിക, ഒരിക്കലും ഓതിത്തൊന്നുമില്ല, മതി, ഇനി എൻ്റെ അടുത്തേക്ക് തന്നെ വരിക ഖുർആൻ ഓതി തരാൻ. വേഗം പോയിട്ട് അള്ളാഹ് ഓതി കൊടുക്കാറുണ്ട്. പോയിട്ട് അള്ളാഹ് ഓതി കൊടുക്കുക, എനിക്കല്ല അള്ളാഹ് ഓതി കൊടുക്കുക. എന്നിട്ട് ആ ഓതുമ്പോൾ നോക്കുക, അള്ളാഹു എന്തൊക്കെയാണ് നിന്നോട് കൽപ്പിക്കുന്നത്, അള്ളാഹു എന്തൊക്കെയാണ് നിന്നോട് വിരോധിക്കുന്നത്, അതിനനുസരിച്ച് ജീവിച്ചോ. നിൻ്റെ അടുത്ത് പോയി തരാൻ വരണ്ട, അത് അള്ളാഹിനോട് പറയാം. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാവണം ഖുർആൻ ഓത്ത് എന്നർത്ഥം. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഫൻദുർ ബിമാദാ യഅ്മുറുക ബിമാദാ യൻഹാക. എന്തൊക്കെയാണ് അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നത്, എന്തൊക്കെയാണ് നിരോധിക്കുന്നത്, അത് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുന്നു. സ്വഹാബത്ത് ഇങ്ങനെയായിരുന്നു, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിക്കുന്ന ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താന സമയത്ത് എത്ര ലക്ഷക്കണക്കിന് സ്വഹാബത്തുണ്ട്. പക്ഷേ ആ സ്വഹാബത്തിന് കുറച്ച് ആളുകൾക്ക് ഖുർആൻ മനപ്പാടുണ്ടായിരുന്നുള്ളൂ. ഹാഫിളീങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഒരു ഹിഫ്ളിനല്ല പ്രാമുഖ്യം കൊടുത്തു, ഖുർആൻ്റെ അർത്ഥം പഠിക്കാനാണ് പ്രാമുഖ്യം കൊടുത്തു. പല സ്വഹാബികൾക്കും 1-2 സൂറത്തുകൾ അറിയാമായിരുന്നുള്ളൂ.
ആ സൂറത്തുകളിൽ തന്നെ സൂറത്തുൽ ബഖറയും അൻആമും ആൽ ഇംറാനും ഒക്കെ പഠിച്ച ആളുകൾ അവരിൽ വലിയ ഉലമാക്കളായി ഗണിക്കപ്പെട്ടിരുന്നു. കാരണം അത് വലിയ കാര്യമാണ്. 1-2 സൂറത്തിൽ പഠിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഹിഫ്ളിനല്ല അവർ പ്രാധാന്യം കൊടുത്തത്, അവർ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കാനാണ് പ്രാധാന്യം കൊടുത്തത്. ചില ആളുകൾ ഖുർആൻ മുഴുവൻ പഠിക്കാൻ വേണ്ടി വരും, എന്നിട്ട് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന് പറഞ്ഞാൽ മതി, ഇനിയിപ്പോൾ ഖുർആൻ പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഈ 2 ആയത്തിലുണ്ട്. പഠിച്ചോനെ എന്തൊരായത്താണിത്, ചെറിയ നന്മകൾ കാണും, ചെറിയ തിന്മകൾക്ക് ശിക്ഷ ഉണ്ടാകുന്നോ, പഠിച്ചോനെ മതി, ഞാനിനി അവിടെ ഒന്നും ആലോചിക്കണില്ല, ഞാനിതാ പോവാൻ, എനിക്ക് മതി, ഞാൻ ഖുർആൻ പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പോയ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓൻ കാര്യം മനസ്സിലാക്കിയിട്ടാണ് പോണത് എന്ന്. ആട്ടെ, നമുക്ക് അടുത്ത 9ാമത്തെ കാര്യം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.